നമസ്കാരം. നിങ്ങളെ B2 4 മോഡ്യൂളും ക്ലിയർ ചെയ്ത് നല്ല ഫ്ലുവൻസി ഇൻ ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജർമ്മനിൽ നിങ്ങൾ ഉയരങ്ങളിൽ എത്താമെന്ന് ഞാൻ തന്നെ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. പക്ഷേ അതിനകത്തൊരു അനുബന്ധം കൂടെയുണ്ട് കേട്ടോ. ജർമ്മൻ ആൾക്കാർ അവർ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന വെച്ചാൽ നല്ല ഫ്ലുവൻസി ഇൻ ലാംഗ്വേജ് മാത്രമല്ല, അവരുടെ കൾച്ചറിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാന്നുള്ളൊരു ഭാഗം കൂടെ ഉണ്ട്. അവരുടെ കൾച്ചറിനകത്ത് അവർ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനത് ഒറ്റ വീഡിയോയ്ക്കകത്ത് എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ട് ഇത് ചെയ്യാം. ഒന്ന് ഞങ്ങളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്കത് പുറമെ മനസ്സിലാക്കി. ഏറ്റവും അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പങ്ക്ച്വാലിറ്റിയാണ്. അതായത് രാവിലെ 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഷാർപ്പ് ടൈമിങ് 9 മണിക്ക് നിങ്ങൾ അവിടെ എത്തുകയല്ല, അതിനും ഒരു 5 മിനിറ്റ് മുമ്പേ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആരെ കാണാനാണ് നമ്മൾ ചെന്നത് അവരെ നിങ്ങൾ ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് ഒരു എത്തിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പുറത്ത് അവർക്കൊരു ട്രസ്റ്റ് വരും. അതേസമയത്ത് അവിടെ നിങ്ങൾ നമ്മുടെ സാധാരണ സ്റ്റൈലിൽ ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ചെല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റായിരിക്കും അവരെടുക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും ആ ടൈം മാനേജ്മെന്റ് അതേ ഒന്ന് ഡിസ്റെസ്പെക്റ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കരിയറിനെ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളൊരു പോയിന്റും ഉണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും അവിടെ നഴ്സിംഗ് ജോബിന് വേണ്ടി പോകാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ നഴ്സിംഗ് ജോബിനകത്താണെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ നമുക്ക് ടൈമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു പക്ഷേ ഒരു ലൈഫ് സേവിങ് സംഭവം നമ്മൾ ഒരു സെക്കൻഡ് താമസിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോലും ആ രോഗി മരണത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഇഷ്ടംപോലെ രോഗങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മീൻസ് അത് ഞാൻ നഴ്സിംഗ് ജോബിനെ കുറിച്ച് മാത്രം വന്നത്, പക്ഷെ അതല്ലാതെ ജർമ്മൻസിന് ആസ് സിറ്റീസ് അവരുടെ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇത് ചെയ്യാനായിട്ട്. ഇനിയും അവരുടെ ഏറ്റവും ആ കൾച്ചറൽ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പുറമെ കുറേ വീഡിയോസിൽ പറയും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പേജ് അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, ബൈ.